ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ബീഫ് കറി വെച്ചാലോ? അപ്പം നമ്മൾ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കറുവാപ്പട്ട ഇട്ട് നമുക്ക് തേങ്ങ കൊത്തിയത് ആദ്യമേ മൂപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒത്തിരി തേങ്ങ കൊത്തി ഇട്ടിട്ടില്ല കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ കൊത്തിടാം കേട്ടോ. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടിയുള്ള കൂട്ട് റെഡിയാക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ വെള്ളം വരാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക്. എന്നിട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് ചീനിച്ചട്ടിയിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് ആ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 8 വിസിൽ വരെ വേവിക്കുന്നുണ്ട് ബീഫ്. ചില സ്ഥലങ്ങളിലേക്ക് കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ച് വേവ് വ്യത്യസ്തമായിരിക്കും കേട്ടോ, അതനുസരിച്ച് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ കുക്കറിൽ എടുത്ത് റെഡിയാക്കി കുക്കറൊക്കെ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചു. അങ്ങനെ ഒരു 8 വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ കറിയാക്കാൻ വേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വീണ്ടും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വേവിച്ച ഫുൾ ബീഫും വെക്കുന്നില്ല, അതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടി കറിയും ഉണ്ടാക്കണം, സ്കൂളിലേക്ക് കൊടുത്തും വിടണം, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റാനായിട്ട് ഇട്ടു. അതിലേക്ക് 2 സവോള നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കൊരു ഞാനിവിടെ ഇപ്പം 8 ചുമന്നുള്ളി എടുത്തിട്ടുള്ളൂ. ഇഷ്ടംപോലെ ചുമന്നുള്ളി ഇടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫിന് ചുമന്നുള്ളി ഇടുന്നത്. അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് വഴുന്നതിന് ശേഷം നമ്മൾ വീണ്ടും 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 2 സ്പൂണ് മീറ്റ് മസാല, ഞാൻ പാക്കറ്റ് മീറ്റ് മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ 2 സ്പൂണോളം കുരുമുളക് പൊടി ഇടണം. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നേരത്തെ തന്നെ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ബീഫ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾക്കൊന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അരപ്പുമായിട്ടൊന്ന് പിടിക്കുന്നവരെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് ഒലത്തിയെടുക്കാം. ഒത്തിരി ചാറ് മാറ്റുന്നില്ല, കാര്യം എന്നാ വെച്ചാൽ ഇത് ബീഫ് ചപ്പാത്തിക്ക് വേണ്ടിയുള്ള ബീഫ് കറിയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ അതങ്ങ് മാറ്റി വെച്ചു. ഇതേണ്ടേ ബീഫ് കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കുള്ള. ഇനി ബാക്കിയുള്ള ബീഫ് കറി ഞാനതങ്ങ് പിള്ളേർക്ക് സ്കൂളിൽ ചോറിന് കൊടുത്തു വിടാൻ വേണ്ടി അതങ്ങ് ആ വെള്ളം തീരുന്നോടം വരെ അരപ്പ് മാറുന്നോടം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. നന്നായിട്ട് ഒലത്തിയാണ് ഞാൻ ചോറിന് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് ഒലന്ന് കിട്ടും. അപ്പോൾ ടേസ്റ്റി ബീഫ് കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.